ദിവസവും നമുക്ക് ഉച്ചയൂണിന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സിമ്പിളായിട്ടുള്ള സാമ്പാറിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഒത്തിരി വെജിറ്റബിൾസിൻ്റെ ഒന്നും ആവശ്യമില്ല, സിമ്പിളായിട്ട് 2 ചേരുവ കൊണ്ട് ഉണ്ടാക്കാം. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ഞാനിവിടെ ചേരുവയായിട്ട് എടുത്തിരിക്കുന്നത് കുറച്ച് വെണ്ടയ്ക്കയും കുറച്ച് സാമ്പാറിന് ചേർക്കുന്ന ഉള്ളിയില്ലേ അതുമാണ് എടുത്തിരിക്കുന്നത്. ഇനി കുഴിവെള്ളം ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. അതിലേക്ക് കടുക് ചേർത്ത് പൊട്ടിക്കുക. കടുക് പൊട്ടി വരുമ്പോഴേക്കും 1/4 ടീസ്പൂൺ ഉലുവയും കൂടി ചേർക്കുക. വറ്റൽമുളക് 2ആയി മുറിച്ചതും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് വറ്റൽമുളക് മൂത്ത് കഴിയുമ്പോൾ അതിലേക്ക് ചെറുള്ളിയും ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെണ്ടയ്ക്കയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റി ഒന്ന് സോഫ്റ്റ് ആക്കുക. ഉള്ളിയൊക്കെ നന്നായിട്ട് പുറമൊക്കെ ഒന്ന് മുരിയുന്നത് വരെ വഴറ്റുക. അപ്പോൾ വെണ്ടയ്ക്കയും പാകത്തിന് മുരിഞ്ഞിട്ടുണ്ടാവും. ഇപ്പോൾ വെണ്ടയ്ക്കയും ഉള്ളിയൊക്കെ നന്നായിട്ട് മുരിയല്ല, അത് നന്നായിട്ട് വാടണം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, പിന്നെ ഒരു 1.5 ടീസ്പൂൺ സാമ്പാർ പൊടി എന്നിവ ചേർത്ത് നല്ലതുപോലെ വഴറ്റിക്കൊടുത്ത് പച്ചമണം മാറുന്നത് വരെ ഇളക്കി കൊടുത്ത് ഫ്രൈ ചെയ്യുക. അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടിയും കൂടി ചേർക്കുക. സാമ്പാർ പൊടിയിൽ കായപ്പൊടി ചേർന്നിട്ടുണ്ട്, എന്നാലും കുറച്ചുകൂടി ഡയറക്റ്റായിട്ട് ചേർക്കുകയാണെങ്കിൽ സാമ്പാറിന് നല്ല ഫ്ലേവർ ആയിരിക്കും. പുളിക്ക് ആവശ്യമായ വാളംപുളി വെള്ളം ചേർക്കുക. അതിലേക്ക് കുറച്ചുകൂടി വെള്ളം കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. മൊത്തത്തിൽ ഞാനിപ്പോൾ 1.5 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു പച്ചമുളക് 2ആയി കട്ട് ചെയ്ത് ചേർക്കുക. പിന്നെ ഒരു മീഡിയം വലിപ്പത്തിലുള്ള തക്കാളി കുറച്ച് വലുതാക്കി കട്ട് ചെയ്ത് ഇതിലേക്ക് ചേർക്കാം. തക്കാളി ചേർത്താൽ ഗ്രേവിക്ക് നല്ല കൊഴുപ്പും നല്ല ടേസ്റ്റും ആയിരിക്കും. അത് ഇഷ്ടമല്ലാത്തവർക്ക് അത് അവോയ്ഡ് ചെയ്യാം കേട്ടോ. ഇനി മൂടി വെച്ച് നല്ലതുപോലെ തിളപ്പിക്കുക. ഈ പൊടികളൊക്കെ നന്നായിട്ട് വെന്ത് കുറുകുന്നത് വരെ വേവിക്കുക. ഇപ്പോൾ തക്കാളിയും ഉള്ളിയൊക്കെ നല്ലതുപോലെ സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പ് ചേർക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പരിപ്പ് വേവിച്ച് ചേർക്കാം കേട്ടോ. പരിപ്പ് നന്നായിട്ട് വെന്തിട്ടുണ്ടാകണം, കല്ല് പോലെ ഇരിക്കരുത്. ഇനി ഇതെല്ലാം കൂടി മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെച്ച് ഒരു 2-3 മിനിറ്റും കൂടി തിളപ്പിക്കാം. അപ്പോൾ പരിപ്പൊക്കെ നല്ലതുപോലെ ഇതിൽ മിക്സ് ആകും. ഇനി ഇത് തുറന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ സമയത്ത് ഉപ്പൊക്കെ പാകമാണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം കേട്ടോ. ഇതിലേക്ക് 1 ടീസ്പൂൺ പൊടിച്ച ശർക്കരയും കൂടി ചേർക്കുക. ഇത് ചേർത്താൽ ഈ സാമ്പാറിന് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ ഇതുപോലെ ഒരിക്കലെങ്കിലും ചെയ്ത് നോക്കണം. ഇനി കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് മിക്സ് ചെയ്താൽ നമ്മുടെ സാമ്പാർ റെഡി. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഈ സാമ്പാർ ഡെയിലി നമുക്ക് ഉണ്ടാക്കാം. വെണ്ടക്കയുടെ കൂടെ ഉള്ളിക്ക് പകരം നമുക്ക് മത്തങ്ങയോ പച്ചക്കായോ ഒക്കെ ചേർത്തുണ്ടാക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. മറ്റൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.